ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖാംനി കൊല്ലപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖാംനി പരമോന്നത നേതാവെന്ന സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഖാംനിയെപ്പോലെ പാശ്ചാത്യവിരുദ്ധ നിലപാടിൽ കർക്കശക്കാരൻ കൂടിയാണ് മൊജ്തബ. ഖമേനിയുടെ പിൻഗാമി ആരാകുമെന്ന കാര്യത്തിൽ പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇറാന്റെ ഭരണഘടന പ്രകാരം 88 അംഗ വിദഗ്ധരുടെ അസംബ്ലിയാണ് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും. ഇറാനിൽ പ്രസിഡന്റിന് മുകളിലാണ് പരമോന്നത നേതാവ്. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ്, ആണവ നയത്തിന്റെ അന്തിമ വാക്ക്, ജുഡീഷ്യറി, രഹസ്യാന്വേഷണം, സ്റ്റേറ്റ് മീഡിയ എല്ലാം ഒരധികാരത്തിന്റെ കീഴിൽ. IRGCയുടെ RGCയുടെ കമാൻഡറെ നിയമിക്കാനും പിരിച്ചുവിടാനും അധികാരം. 1979 വിപ്ലവത്തിന് ശേഷം പരമോന്നത നേതാവിന്റെ പദവിയിലെത്തിയ രണ്ടാമത്തെ വ്യക്തിയാണ് ഖമേനി. ഖമേനിയുടെ പകരക്കാരായി എത്താൻ സാധ്യതയുള്ളവരെല്ലാം 60കളുടെ മധ്യത്തിലും അവസാനത്തിലും പ്രായമുള്ളവരാണ്. ഹൊജ്ജത്തുൽ ഇസ്ലാം മൊഹ്സൻ കോമി, ആയത്തുള്ള അലിറേസ അറഫി, ആയത്തുള്ള മുഹ്സൻ അരാക്കി, ആയത്തുള്ള ഘോലം ഹുസൈൻ മൊഹ്സനി എജയ്, ആയത്തുള്ള ഹാഷിം ഹുസൈനി ബുഷെഹറി എന്നിവരുടെ പേരുകളാണ് ഖമേനിയുടെ പിൻഗാമികളുടെ പട്ടികയിലുള്ളത്. ഗാർഡിയൻ കൗൺസിലിലും വിദഗ്ധരുടെ അസംബ്ലിയിലും അംഗവുമായ മുതിർന്ന മതനേതാവായ ആയത്തുള്ള അലിറേസ അറഫിയുടെ പേരിന് പ്രാമുഖ്യം ലഭിക്കുന്നുണ്ട്. ഖമേനിയുടെ ഓഫീസിലെ പ്രധാന ഉപദേഷ്ടാവായ ഹൊജ്ജത്തുൽ ഇസ്ലാം മൊഹ്സൻ കോമിയാണ് മറ്റൊരാൾ. ഖമേനിയുമായി അടുത്ത ബന്ധമുള്ള വിശ്വസ്ത വ്യക്തിയായാണ് അദ്ദേഹം. അതേസമയം ഖാംനെയുടെ മകനെ തന്നെ പരമോന്നത നേതാവ് പദവിയിലെത്തിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായ മറുപടി നൽകണമെന്ന അഭിപ്രായവും ശക്തമാണ്.